ഇടതുപക്ഷങ്ങളുടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. അതുപോലെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസത്തിനെതിരായിക്കൊണ്ട് ഏകദേശം 20 കൊല്ലമായിട്ട് ഈ മണ്ഡലം മാറിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ സംവരണ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള പുരോഗതിയും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ MLAക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സാധിച്ചിട്ടില്ല. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഓരോ മണ്ഡലത്തിലും ഓരോ ഗവൺമെന്റ് കോളേജ് സ്ഥാപിച്ചപ്പോൾ ബാലുശ്ശേരിയിൽ ഒരു ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കുകയും ആ കോളേജിന് മഹാനായ ഡോക്ടർ അംബേദ്കറുടെ പേര് ഉമ്മൻചാണ്ടി സർക്കാർ നൽകുകയും ചെയ്തതല്ലാതെ അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ആ കോളേജിൽ പോലും ഒരു പുതിയ കോഴ്സ് പോലും തുടങ്ങുവാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. നമ്മുടെ ബാലുശ്ശേരി ആശുപത്രിയെ ഉമ്മൻചാണ്ടി സർക്കാർ താലൂക്ക് ആശുപത്രിയായിട്ട് മാറ്റിയെങ്കിലും ആ താലൂക്ക് ആശുപത്രിയിലോ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെയോ അല്ലെങ്കിൽ അനുബന്ധ നഴ്സുമാരെയോ മറ്റുള്ളവരെയോ ഒക്കെ തന്നെ നിയമിക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെടുകയാണുണ്ടായത്. നമ്മുടെ ഇട്ടുണ്ടെങ്കിലും നമ്മൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കിട്ടിയവർക്ക് മാത്രമല്ലാതെ ബാക്കിയുള്ളവർക്ക് ഒന്നും തന്നെ അത് സംബന്ധമായിട്ടുള്ള ഒരു രേഖകൾ ലഭിക്കാത്തതിന്റെ പേരിൽ അവർക്ക് വീടിന് നമ്പർ ഇട്ട് കിട്ടാനോ അല്ലെങ്കിൽ സ്ഥലം കൈമാറ്റം ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നമ്മുടെ ായിട്ടുള്ള ജാടകളില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള യുവ നേതാവിനെ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ ഒക്കെ തന്നെ പിന്തുണ ഉണ്ടാകും. മഹത്തായ ത്യാഗത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ മാറി നിൽക്കുന്നു. ബൂത്ത് 217 വേണ്ടിയിട്ട് അബ്ദുസലാം. അബ്ദുറഹ്മാൻ ബിറ്റൂർ. അടുത്ത INTUC KSRTCക്ക് വേണ്ടിയിട്ട് അബ്ദുൽ ജലീൽ. 213 വേണ്ടിയിട്ട് വിദേശ്. 219 കൺവീനർ റഫീഖ്. 219 ചെയർമാൻ അബ്ദുൽ ജബ്ബാർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അമീർ. അടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അമീർ നിൽക്കുന്നു. 10ാം വാർഡ് സെക്രട്ടറി അസീസ് മാച്ചു. 11ാം വാർഡ് ലത്തീഫ് ഹാജി. അടുത്ത കുട്ടികുളം പ്രമോദ് സാഹിബ്. ഫസൽ ആനപ്പാറ. PK രാമചന്ദ്രൻ. ജയേഷ്. അടുത്ത അബൂബക്കർ. അബ്ദുൽ നാസർ മേപ്പാട്. സാജിദ്. ശരിയാറില്ല. അടുത്തായിട്ട് നമ്മുടെ നമ്മളോട് സുഹൃത്തുക്കളെ, നമ്മുടെ ബാലുശ്ശേരി മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഏറ്റവും അധികം ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കൊടുത്ത പ്രദേശങ്ങളാണിത്. നമ്മുടെ തൊട്ട വാർഡിൽ ഏതാണ്ട് 900ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിനും പഞ്ചായത്തിനും കൊടുത്തത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുള്ള മാസും ഏതാണ്ട് 400ഓളം വോട്ടുകൾക്കാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. ഈ രണ്ട് ഏറ്റവും ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള ഈ പ്രദേശത്ത് ഈ പ്രാവശ്യം അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി VT സൂരജ് ചെറുപ്പക്കാരനാണ്, നമ്മുടെ നാട്ടിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ആളാണ്. അദ്ദേഹം നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, കാന്തപുരത്തിന്റെ ഊഷ്മളമായ സ്വീകരണത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിന് 10-11 ദിവസം മാത്രമേ ഉള്ളൂ. പരമാവധി ആളുകളെ നേരിൽ കാണുകയും എല്ലാവരോടും സംസാരിക്കുകയും
വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്യാൻ ഓടി നടക്കുകയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ വലിയൊരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്ക് വേണ്ടിയും പറഞ്ഞും സംസാരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് ബാലുശ്ശേരിയിലെ ഓരോ ഭാഗത്ത് സ്വീകരണ പരിപാടി കഴിയുമ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴും ഒക്കെ മനസ്സിലാവുന്നത്. ഇത്തവണ ബാലുശ്ശേരി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ, നമ്മുടെ നാടിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ, നമ്മുടെ നാടിന് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാവാൻ, നമുക്ക് സർക്കാർ മേഖലയിലുള്ള കോളേജുകൾക്ക് നവീകരണം ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യം വരുമ്പോൾ സർക്കാർ ആശുപത്രികൾ ആധുനിക സൗകര്യങ്ങളോടെ മെച്ചപ്പെടേണ്ടത് ഈ കാലത്തിന്റെ ആവശ്യകതയാണ്. അങ്ങനെ ബാലുശ്ശേരിക്ക് ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ യാത്രകളിലുടനീളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങളോടൊപ്പം നിലനിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായ എല്ലാ മുദ്രാവാക്യങ്ങളെയും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമ്മുടെ നാടിന്റെ മതേതരത്വ കാഴ്ചപ്പാടിനെ, ജനാധിപത്യ ബോധ്യങ്ങളെ നമ്മളെക്കാലവും മുറുകെ പിടിക്കും. നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഉന്നതമായ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം സാംസ്കാരിക സമ്പന്നമാണ്. നമ്മുടെ നാടിന്റെ ദേശീയതയോട്, ദേശീയ പ്രസ്ഥാനത്തോട്, സ്വാതന്ത്ര്യ സമരത്തോട് ഒക്കെ ചേർന്ന് നിൽക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ കുട്ടികൾ ആർജിച്ചെടുക്കേണ്ടത്. ആ വിദ്യാഭ്യാസം കേരളം എക്കാലവും പ്രതിരോധിച്ചു നിർത്തിയ സംഘപരിവാർ ആശയങ്ങളെ കൂടി പ്രചരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും കടന്നു വരാനുള്ള സാഹചര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ അതിനെതിരെയും നിലനിൽക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത് നമ്മളുടെ കാലത്തിന്റെ ആവശ്യകതയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനത്തിന് കാഴ്ചപ്പാടിനായി മുന്നോട്ട് പോവാൻ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു അവസരം തന്നതിന്റെ പേരിൽ, വോട്ട് ചെയ്തതിന്റെ പേരിൽ നാളെ ഒരിടത്തും ഒരിക്കലും ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ കാന്തപുരത്തെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഈ ഊഷ്മളമായ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നിയമസഭയിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനം അവർക്ക് എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചാരണമൊക്കെ? ഇലക്ഷൻ പ്രചാരണം യാതൊരു സംശയമില്ല. VT സൂരജ് മഹാഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും. കാരണം ഇവിടുത്തെ 5 പഞ്ചായത്തുകളും UDF ഭരിക്കുന്നത്. ഇവിടെ നിലവിൽ തന്നെ 10,000-ലധികം ലീഡ് ഈ മണ്ഡലത്തിലുണ്ട്. പൊതുവെ പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിൽ 18,000 വോട്ട് ഈ മണ്ഡലത്തിൽ ലീഡുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജയിക്കും എന്ന് പറയാൻ സംശയമില്ലല്ലോ. ഇത്തവണ തീർച്ചയായിട്ടും ചരിത്രം സൃഷ്ടിക്കും. പുതിയ ചരിത്രം VT സതീശൻ പറഞ്ഞതുപോലെ പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയ ചരിത്രം സൃഷ്ടിക്കും. ഭൂരിപക്ഷത്തിന്റെ ചരിത്രം.